സാർ, ഈ ഉത്തര കൊറിയ നമുക്കറിയാം, അമേരിക്കയെ നെഞ്ച് നിവർത്തി നിന്ന് വെല്ലുവിളിക്കുന്ന ഒരു രാജ്യമാണ് ഉത്തര കൊറിയ. ഉത്തര കൊറിയക്ക് ആരെയും അങ്ങനെ ഭയമൊന്നും ഉണ്ടെന്ന് നമുക്കിതുവരെ തോന്നിയിട്ടില്ല. ഇപ്പോൾ ഉത്തര കൊറിയൻ ഭരണാധികാരി കിം ജോങ് ഉൻ ചൈനയിലേക്ക് എത്തിയിരിക്കുകയാണ്. ചൈനയും ഇന്ത്യയും തമ്മിൽ നല്ല ബന്ധത്തിലാണ്, ഇപ്പോൾ ഊഷ്മളമായ ഒരു ബന്ധം ഉടലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക്, അതായത് ഈ ത്രിമൂർത്തികളുടെ ഇടയിലേക്ക് മറ്റൊരു വമ്പൻ കൂടി വരുന്നതായി നമുക്ക് കണക്കാക്കാൻ കഴിയുമോ? ഈ ഉത്തര കൊറിയയുടെ പ്രസിഡന്റ് ഇന്ത്യയുമായുള്ള ഒരു ഉത്തര കൊറിയയുടെ ബന്ധം എങ്ങനെയായിരിക്കും? തീർച്ചയായിട്ടും ഇന്ത്യയുമായുള്ള ഒരു ബന്ധം നന്നാകാനുള്ള സാധ്യതയുണ്ട് എന്ന് തന്നെ വേണം കരുതാൻ. കാരണം ലോകക്രമം എത്ര പെട്ടെന്നാണ് നമ്മുടെ മുമ്പിൽ മാറി മറിഞ്ഞത്. ഇവിടെ തന്നെ പറഞ്ഞതുപോലെ ഉത്തര കൊറിയ എന്ന് പറയുന്ന അമേരിക്കയ്ക്ക് നേരെ ആണവായുധം അടക്കം ഇങ്ങനെ ചൂണ്ടി വെച്ചിരിക്കുന്ന രാജ്യമാണ്. ഏത് സമയത്ത് പൊട്ടിക്കുമെന്ന കിം ജോങ് ഉൻ അദ്ദേഹത്തിൻ്റെ ഒരു നിലപാടങ്ങനെയാണ്. അദ്ദേഹം ചൈനയും നല്ല ബന്ധം പുലർത്തുന്നത്. പക്ഷേ 1959 ശേഷം എനിക്ക് തോന്നുന്നു ആദ്യമായിട്ടാണ് അദ്ദേഹം ഈ ചൈനയിലെ സൈനിക പരേഡിനെ ഒരു ഉത്തര കൊറിയൻ ഭരണാധികാരി അതിൽ പങ്കെടുക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. ഈ ഷാങ്ഹായി നടന്ന ഉച്ചകോടിയിൽ രൂപപ്പെട്ടു വന്ന ഒരു ഇന്ത്യ റഷ്യ ചൈന സൗഹൃദമുണ്ടല്ലോ, ആ സൗഹൃദത്തിലേക്ക് ഒരു പങ്കാളിയാവാൻ സൗത്ത് കൊറിയയും വരുമ്പോൾ അത് അമേരിക്ക ഒട്ടൊന്നും ആയിരിക്കത്തില്ല ഭീതിപ്പെടുത്തുന്നത്. കാരണം ട്രംപ് ആകപ്പാടെ വറച്ചു പോയിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ട്രംപ് ഈ ചൈന ഈ റെയർ എർത്ത് എലമെൻസിൻ്റെ ഒക്കെ അത് നിർത്തിവെച്ചതോടുകൂടി വല്ലാതെ പാനിക്കായിരിക്കുന്നു അമേരിക്ക എന്ന് പറയുന്നത്. കാരണം അങ്ങനെ ഇങ്ങനെ ഒരു രീതി പ്രതീക്ഷിച്ചില്ല. ഇങ്ങനെ ഒരു രൂപപ്പെട്ടു വരുമെന്നും കാരണം പരമ്പരാഗത ശത്രുക്കളാണല്ലോ, ഇന്ത്യയും ചൈനയും തമ്മിൽ പരമ്പരാഗത ശത്രുക്കളാണല്ലോ. അത് മുതലെടുത്ത് നിൽക്കുക എന്നതാണ് അമേരിക്കൻ ഭരണാധികാരികൾ പൊതുവെ സ്വീകരിച്ചിരുന്ന ഒരു സമീപനം. അവർക്കറിയാം ഇന്ത്യയും ചൈനയും തമ്മിൽ അടുത്ത് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു ഭവിഷ്യത്തിനെ പറ്റി അറിയാം. അതിർത്തി തർക്കം അടക്കമുള്ള ഒത്തിരി കാര്യങ്ങളുണ്ടല്ലോ, നമുക്കറിയാം. നമ്മൾ ഈ ഏതാണ്ട് ഒരേ കാലയളവ് 2 വർഷത്തെ വ്യത്യാസമേ ഉള്ളൂ ചൈനയിലൊരു പുതിയ ഭരണക്രമം രൂപപ്പെട്ടതും ഇന്ത്യ സ്വാതന്ത്ര്യം പ്രാപിച്ചതൊക്കെ ആയിട്ട് അത്രയും നാളുകളേ ഉള്ളൂ. ഇപ്പോഴവിടെ ഈ 70 വർഷമാകുന്നു ചൈന ഈ നയതന്ത്ര ബന്ധങ്ങൾ രാജ്യങ്ങളുമായിട്ട് ആരംഭിച്ചതിൻ്റെ 70 വർഷത്തിൻ്റെ ആഘോഷത്തിലേക്കാണ് ഈ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് അടക്കം ഉള്ളവർ വരുന്നത്. പല രാജ്യങ്ങളോടൊപ്പമാണ് അവിടെ അതിൽ ഈ കൊറിയയും പങ്കെടുക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഈ ട്രംപ് ഉയർത്തിവിട്ടൊരു വലിയ ഭൂതത്തെയാണ് ഇറക്കി വിട്ടത് എന്നുള്ളൊരു ധാരണയിലാണ് ട്രംപ് ഇരുന്നത്. ഉടൻ തുറന്ന് വലിയൊരു ഭൂതത്തെ പുറത്തേക്ക് വിട്ട് ലോകമാകെ കിടുങ്ങാൻ പോകുന്നു, അല്ലെങ്കിൽ ലോകമാകെ ബുദ്ധിമുട്ടാൻ പോകുന്നു എന്ന നിലയിലേക്കുള്ള ഒരു സ്ഥിതിയിലേക്കാണ് ട്രംപ് ആ കാര്യങ്ങൾ ക്രമീകരിക്കാൻ ശ്രമിച്ചത്. അതുകൊണ്ടാണല്ലോ ഈ ഒരു മര്യാദയും ഇല്ലാത്ത വിധത്തിൽ ഇങ്ങനെ ഒരു ഏകപക്ഷീയമായി കരാറുകൾ ഉണ്ടാകുന്നതും വ്യാപാര കരാറുകൾ ഉണ്ടാകുന്നതും ഇനിയും പ്രതിരോധ കരാറുകൾ ഉണ്ടാകുന്നതാണെങ്കിലും എങ്ങനെയാണെങ്കിലും അതൊക്കെ ചർച്ച ചെയ്ത് ഒരു 2 കൂട്ടർക്കും സമരസപ്പെടുത്തിക്കൊണ്ടാണല്ലോ 2 കൂട്ടരും കൂടെ ചേർന്നുണ്ടാക്കുന്ന ഒരു തീരുമാനമല്ലേ ഉണ്ടാകുന്നത്. അതിനെ മുഴുവൻ ബഹിഷ്കരിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങൾക്കും നേരെ ഒരു ആക്രമണം നടത്തുകയാണ് ട്രംപ് ചെയ്തത് 2ാം തവണ അധികാരത്തിൽ വന്നതിന് ശേഷം. അദ്ദേഹത്തിൻ്റെ മാനസിക നില തന്നെ കൃത്യമായി മാറിയോ എന്ന് സംശയിക്കത്തക്ക വിധത്തിലാണ് നമ്മൾ അത് കണ്ടുകൊണ്ടിരുന്നത്. അപ്പോഴാണ് പക്ഷേ ഓരോ രാജ്യവും തങ്ങളാലാവുന്ന വിധത്തിൽ തിരിച്ചടിക്കുന്ന ഒരു വളരെ കൃത്യമായ പ്രക്രിയയാണ് ലോകത്ത് മുഴുവൻ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ ചുങ്കമെന്ന് പറയുന്നത് ഇന്ത്യക്കും ബ്രസീലിനുമാണെന്ന് തോന്നുന്നു. കാരണം റഷ്യയിൽ നിന്ന് ഇത് വാങ്ങരുതെന്നാണല്ലോ കൃത്യമായിട്ട് ട്രംപ് ആവശ്യപ്പെട്ടത്. റഷ്യയിൽ നിന്ന് ഓയിൽ വാങ്ങരുതെന്നാണല്ലോ കൃത്യമായി ആവശ്യപ്പെട്ടത്. ഇന്ത്യയും റഷ്യയുമായി നിൽക്കുന്ന പരമ്പരാഗതമായൊരു ബന്ധമുണ്ട്. പരമ്പരാഗതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാതന്ത്ര്യപ്രാപ്തി മുതൽ ഒരുപാട് വ്യാപാര കരാറുകളൊക്കെ കോൺഗ്രസ് ഭരണകൂടത്തിൻ്റെ കാലത്തും അതിന് ശേഷമായാലും ഉണ്ടായിട്ടുണ്ട്. ആ കരാറുകളൊക്കെ അതേപടി പാലിച്ചാണ് പോകുന്നത്. എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് വർധനമല്ലാതെ വ്യാപാരത്തിൽ വർധനമായാലും അല്ലെങ്കിൽ പ്രതിരോധ കാര്യങ്ങളിലുള്ള സഹായമായാലും അല്ലെങ്കിൽ നമ്മളെടുക്കുന്ന നിലപാടുകളുടെ കാര്യത്തിലായാലും ഒക്കെ ഇന്ത്യക്ക് അനുകൂലമായ നിലപാടാണ് റഷ്യ സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ ചൈനയുമായുള്ള തർക്കം ഒരു വലിയ വിഷയമായിരുന്നു നമ്മളെ സംബന്ധിച്ചിടത്തോളം. ലോകത്ത് ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങളെന്ന നിലയിൽ, ലോകത്തിൽ ഏറ്റവും കൂടുതൽ ലോകത്തിൻ്റെ തന്നെ ഏറ്റവും വലിയ വിപണി എന്നുള്ള നിലയിൽ, അല്ലെങ്കിൽ ഉണ്ടാക്കുന്ന സ്വയം പര്യാപ്തമാകാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളെന്ന നിലയിൽ ലോകത്തിലെ ഏറ്റവും വലിയ 2 വൻ ശക്തികളാണ് ഇന്ത്യയും ചൈനയും എന്ന് പറയുന്നത്. ഏഷ്യയിലെ ഈ 2 ഭീമന്മാർ ഒത്തുകഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു അതിൻ്റെ മാറിമറിയുന്ന ലോകക്രമങ്ങളെപ്പറ്റി ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും അതിനെ കൗതുകത്തോടെയാണ് നോക്കുന്നത്. അമേരിക്ക ആവട്ടെ ഏറ്റവും വലിയ ആശങ്കയോടുകൂടി. പക്ഷേ സാർ, ഒരു കാര്യം ചോദിക്കട്ടെ, ഈ ചൈനയെ ഒരിക്കലും വിശ്വസിക്കാൻ കൊള്ളില്ല എന്നാണ് പലരും പറയുന്നത്. കാരണം ചൈന എപ്പോഴാണ് അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു രാജ്യമായിട്ടാണ് ചൈനയെ പൊതുവെ എല്ലാവരും വിലയിരുത്തുന്നത്. അത്തരത്തിൽ ഒരു വലിയ ബന്ധം ചൈനയുമായി നമ്മൾ സ്ഥാപിച്ചാലും എപ്പോഴെങ്കിലും ഈ അമേരിക്കയെ പോലെ ചൈനയും കാലുവാരാനുള്ള സാധ്യത മുന്നിൽ കാണുന്നുണ്ട്. പറഞ്ഞു ചൈനയെ വിശ്വസിക്കാൻ പറ്റുന്ന ഇപ്പോൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന ഒട്ടും വിശ്വസിക്കാൻ പറ്റാത്ത രാജ്യമായി മാറിയിരിക്കുന്ന അമേരിക്കയാണല്ലോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സുഹൃത്ത് രാജ്യമായിട്ട് അംഗീകരിക്കുകയും നമ്മുടെ പ്രധാനമന്ത്രി അദ്ദേഹത്തെ ഫ്രണ്ടെന്ന് വിശേഷിപ്പിക്കുകയും അവർ സുഹൃത്തുക്കളാണെന്ന് തോന്നുകയും ഒക്കെ ചെയ്യിപ്പിച്ചിട്ട് ഒരു ഏകപക്ഷീയമായ ഒരു ആക്രമണമല്ലേ നടത്തിയത്. സംബന്ധിച്ചിടത്തോളം ചൈന
ഇന്ത്യയുടെ അതിർത്തിയെ കടന്ന് നടത്തിയ ഒരു 62 നടത്തിയ ഒരു ആക്രമണമുണ്ട്. അതിനെ സംബന്ധിച്ച് അതുപോലെയുള്ള ഏകപക്ഷീയമായ അതിലും ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അതിലും ഭീകരമായ ഒരു ആക്രമണമാണ് ഈ ചൈന അമേരിക്ക ഇന്ത്യക്ക് നേരെ ഇപ്പോൾ നടത്തിയത്. അപ്പോൾ ചൈന വിശ്വസിക്കാൻ കൊള്ളത്തില്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഈ പുതിയ ലോകക്രമത്തിൽ നമുക്ക് പിന്നെ ഒരു രാജ്യത്തെയും അങ്ങനെ ഒരു പരിധിക്കകത്ത് നിന്നുകൊണ്ടേ വിശ്വസിക്കാൻ പറ്റൂ എന്നൊരു വസ്തുതയാണ് അവശേഷിക്കുന്നത്. നമ്മൾ സ്വയം പര്യാപ്തമാകുക എന്നത് മാത്രമേ ഉള്ളൂ. നമ്മുടെ ഭരണകൂടം അതിന് തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ അടക്കമുള്ള ഒത്തിരി പദ്ധതികളിലൂടെ നമ്മൾ അങ്ങനെ തന്നെയാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ സ്വയം പര്യാപ്തമാകാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ അത്തരം ആശങ്കയോടുകൂടി ഇതിനെ കാണേണ്ട കാര്യമില്ല. ഇന്ത്യയും ചൈനയുമായി നിലനിൽക്കുന്ന അംഗമായ കൃത്യമായ അതിർത്തി തർക്കങ്ങളാണുള്ളത്. പിന്നെ ടിബറ്റുമായി ബന്ധപ്പെട്ട് ഈ രണ്ട് വിഷയങ്ങളാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. ഈ രണ്ട് വിഷയങ്ങൾക്കും പരിഹാരം കാണാനുള്ള ടിബറ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളവിടെ ഒരു നമ്മൾ ടിബറ്റൻ അഭയാർത്ഥികൾക്ക് ഇവിടെ ഒരു അഭയം കൊടുത്തിരിക്കുന്നു. അവർക്ക് ഇവിടെ സംവിധാനം ചെയ്തു കൊടുത്തിരിക്കുന്നു. അതിനെതിരുമല്ല ചൈന എതിരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് എതിരായ ഒരു നിലപാടല്ല അവരെടുക്കുന്നത്. അവർക്ക് ടിബറ്റ് ചൈനയുടെ ഭാഗമായി നിൽക്കണമെന്നുള്ള ഒരു കാഴ്ചപ്പാടാണുള്ളത്. അതവിടെ നിൽക്കട്ടെ. ഞാൻ പറഞ്ഞു വന്നത് ഈ രണ്ട് കാര്യങ്ങളാണ് ചൈനയെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ അല്ലെങ്കിൽ തന്നെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ വിപണിയല്ല ഇന്ത്യ എന്ന് പറയുന്നത്. നമ്മൾ ഈ പറയുന്ന ഒരു ശത്രുത നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ, മാനസികമായ അകൽച്ച നിലനിൽക്കുന്നു എന്ന് പറയുമ്പോൾ പോലും ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു വലിയ വിപണി, ഏറ്റവും വലിയ വിപണികളിലൊന്നാണ് ഈ ഇന്ത്യ എന്ന് പറയുന്നത്. ഈ കളിപ്പാട്ടങ്ങളടക്കമുള്ള ഒത്തിരി സാധനങ്ങളുണ്ടല്ലോ, അതിനൊക്കെ വലിയ വിപണിയാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ചൈനീസ് ബിസിനസ്സുകൾ ഇവിടെ ആരംഭിക്കപ്പെടുന്നുണ്ട്, ഇവിടെ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പം അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമ്മൾ ഇനി വെച്ച് പുലർത്തുന്ന കാര്യമുണ്ടെന്ന് തോന്നുന്നില്ല. ഏതായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ കണ്ടന്തടിക്കും മുണ്ടന്തടിക്കും എന്ന് പറഞ്ഞ പോലെ ഉള്ള ഒരു രീതിയാണ് നമ്മൾ ഇപ്പോൾ അമേരിക്കയോട് എടുത്തിരിക്കുന്നത്. ഏതായാലും അമേരിക്ക ഇത് പ്രതീക്ഷിച്ചിരുന്നില്ല എന്നുള്ളതാണ്. സത്യത്തിൽ ഇത് ഉപയോഗിക്കാനാണ് അമേരിക്ക തീരുമാനിച്ചത്. ഈ ഫ്രാൻസും ജപ്പാനും ഒക്കെ ആയിട്ട് നമ്മൾ കൂടുതൽ അത് തന്നെ നമ്മുടെ ജപ്പാൻ സന്ദർശനം, പ്രധാനമന്ത്രിയുടെ ജപ്പാൻ സന്ദർശനം, അത് കഴിഞ്ഞപ്പോൾ ഓസ്ട്രേലിയ എടുത്തിരിക്കുന്ന ഒരു സമയം. ഇപ്പം ജപ്പാനും ഓസ്ട്രേലിയയും ഈ കൊറിയയും ചേർന്ന് ഒരു വ്യാപാര കരാറുകൾ ഇപ്പോൾ ഉണ്ടാക്കിയിരുന്നു, പുതുതായിട്ട് ഉണ്ടാക്കിയിരുന്നു. അതിനകത്ത് ഓസ്ട്രേലിയ ഉണ്ട്, പിന്നെ ജപ്പാനുണ്ട്, കൊറിയയുണ്ട്. അവർ മൂന്ന് രാജ്യങ്ങളും ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു പിന്നെ എന്താ പറയുന്നത് വ്യാപാര കരാറുകൾ അമേരിക്കയെ വല്ലാതെ ഭീതിപ്പെടുത്തുന്നുണ്ട്. ഇതെല്ലാം നമ്മളോട് ചേർത്ത് വെക്കാൻ പോവുകയാണ്. ഈ ഇദ്ദേഹത്തിൻ്റെ കൊറിയൻ ഭരണാധികാരികളുടെ അദ്ദേഹത്തിൻ്റെ ഈ ഇപ്പോഴുള്ള ചൈനീസ് സന്ദർശനത്തോടുകൂടി ഇതെല്ലാം ചേർന്നുള്ള ഒരു ലോകക്രമം രൂപപ്പെട്ടു വരാൻ പോവുകയാണ്. അതൊരു ചെറിയ കാര്യമല്ല. അമേരിക്ക വല്ലാതെ ഭയപ്പെടുത്തുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. ഇപ്പോൾ ഇന്ന് ഏറ്റവും ഒടുവിൽ ട്രംപ് യൂറോപ്യൻ രാജ്യങ്ങളോട് മൊത്തം അഭ്യർത്ഥിച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ചുങ്കം വർദ്ധിപ്പിക്കണമെന്നും ഈ റഷ്യക്ക് നേട്ടം സ്വീകരിക്കുന്ന നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും പറഞ്ഞ് ട്രംപിൻ്റെ ഏറ്റവും പുതിയ പ്രസ്താവന വന്നിരിക്കുന്നത് അങ്ങനെയാണ്. മറ്റ് രാജ്യങ്ങളോട് ട്രംപ് അഭ്യർത്ഥിക്കുകയാണ്, ഇന്ത്യക്കെതിരെ നീങ്ങാൻ അഭ്യർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. പക്ഷേ അപ്പോൾ ഈ രൂപപ്പെട്ടു വരുന്ന ഈ പുതിയ ലോകക്രമം എത്രത്തോളമാണ് അദ്ദേഹത്തെ ഭയപ്പെടുത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിരിക്കേണ്ട വസ്തുത. അതുകൊണ്ട് ഈ സന്ദർശനത്തിന് വലിയ പ്രാധാന്യം. അദ്ദേഹം ട്രെയിനിലാണ്, അദ്ദേഹം എത്തിക്കഴിഞ്ഞു ചൈനയിൽ എന്ന് വേണം കരുതാൻ, അല്ലേ? കൊറിയൻ എത്തി അദ്ദേഹം ട്രെയിനിൽ മാത്രമേ രാജ്യങ്ങളിലേക്ക് പോകത്തുള്ളൂ. മറ്റ് വിമാനം സുരക്ഷിതമല്ലാത്തത് കൊണ്ട്, കാരണം ഇദ്ദേഹം ഒരു എപ്പോഴും നോട്ടപ്പുള്ളിയാണല്ലോ എല്ലാ രാജ്യങ്ങൾക്കും. അതിൻ്റെ അകത്ത് നടക്കുന്ന എന്താണെന്ന് ഇപ്പോഴും ആളുകൾക്ക് ഒരു ദുരൂഹമാണല്ലോ. അതുകൊണ്ട് ഇനി ഉത്തര കൊറിയ ഇന്ത്യയും ഒരുമിച്ചുണ്ടാവുന്ന ഒരു അല്ല, തീർച്ചയായിട്ടും രൂപപ്പെടുന്ന പുതിയ ലോകക്രമത്തിൽ ഇന്ത്യക്ക് നിർണായകമായ പങ്കുണ്ട്. അതിൽ ഈ പുതിയ പല രാജ്യങ്ങളും ഇനി ഉണ്ടാകും. ഇതുവരെ നമ്മൾ കാര്യമായ ബന്ധം പുലർത്താത്ത അല്ലെങ്കിൽ വാണിജ്യ താല്പര്യങ്ങളൊക്കെ ഉണ്ടാകാത്ത ഒരുപാട് പുതിയ സംഭവങ്ങളുണ്ടാകും. അമേരിക്ക വിരണ്ടിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. അവർ ഈ ചൈനയുടെയൊക്കെ മുമ്പിലെ യൂണിവേഴ്സിറ്റിയിലൊക്കെ കുട്ടികളുടെ വിസയ്ക്ക് വേണ്ടി യാചിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമ്പ്രദായം നമ്മൾ കണ്ടു. കാരണം ഇവിടെയുള്ള അമേരിക്കയിലെ പല യൂണിവേഴ്സിറ്റികളും ഇങ്ങനെ നിൽക്കുന്നു എന്ന് പറയുന്നത് ഇന്ത്യ, ചൈന ഇതുപോലെയുള്ള രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളെ കൊണ്ടാണ്. അതിൻ്റെ ഏറ്റവും ഉന്നത നിലയിലേക്ക് തൊട്ട് താഴെ നിൽക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലൊക്കെ വിദ്യാർത്ഥികൾ പഠിക്കാനെത്തുന്നത് മറ്റു രാജ്യങ്ങളിലാണ്. അതുപോലെ നിന്നു പോകുന്ന ഒരവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് മനസ്സിലാക്കുന്നു. ഉൽപ്പന്നങ്ങളുടെ വിപണി എന്ന് പറയുന്ന അവിടെ വില വർദ്ധിക്കുന്നു, വല്ലാതെ വില വർദ്ധിക്കുന്നു. നമ്മളിവിടെ നിർത്തിയതോടുകൂടി അവിടുത്തെ ഉൽപ്പാദനത്തെ ബാധിക്കുന്നു. ചൈനയുടെ റെയർ എലമെൻറ്റ്സ് നിർത്തിവെച്ചത് എന്ന് പറയുന്നത്. അപ്പോൾ അവിടുത്തെ ഭക്ഷ്യസാധനങ്ങളുടെ വില വർദ്ധിക്കുന്നു. അങ്ങനെ അമേരിക്ക തകർച്ചയിലേക്ക് നീങ്ങുന്നു എന്നൊരു ബോധോദയം പോലും ട്രംപിനുണ്ടായി എന്ന് വേണം കരുതാൻ. എന്തായാലും ഈ പുതിയ ലോകക്രമത്തിൽ ഈ കൊറിയയുമായിട്ടടക്കം ഇന്ത്യക്ക് പുതിയ ബന്ധങ്ങൾ ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമുണ്ട്.